ഹലോ എവരിവൺ, ഞാൻ അരുൺ പി സിദ്ധാർത്ഥൻ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഗ്രേഡേഷൻസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തേത് അലോയ് വീൽസ് ഇൻസ്റ്റലേഷനും രണ്ടാമത്തത് എക്സ്യുവിയുടെ ഫ്രണ്ട് ഗ്രിൽ റീപ്ലേസ്മെൻറ്റുമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്യുവിയുടെ 4 ടയേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കായിട്ട് വന്നിരുന്ന ടയേഴ്സ് ബ്രിഡ്സ്റ്റോണിൻ്റെ ST ടയറായിരുന്നു. അത് ഏതാണ്ട് 35,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വോൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് യോക്കോഹമയുടെ ജിയോലാൻഡർ 80 ടയറാണ് നമ്മൾ ചൂസ് ചെയ്തത്. 80 ടയർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസേജ് ഹൈവേയിലും ഉണ്ട്, ചെറിയ തരത്തിലുള്ള ഓഫ് റോഡിങ് ആക്ടിവിറ്റീസും ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് 80 ടയേഴ്സ് ചൂസ് ചെയ്തത്. സോ അത് ഒരു 5,000 കിലോമീറ്ററിന് ശേഷം നമ്മൾ അതിൻ്റെ റിവ്യൂ ഇടുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം 5,000 കിലോമീറ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വയനാട്, ബാംഗ്ലൂർ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെറൈൻസിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. ഹൈവേയിലും ഓഫ് റോഡിലൊക്കെ ട്രൈ ചെയ്യേണ്ടായി. അപ്പോൾ ഒരു നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ടയറിൽ നിന്ന് ലഭിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള 900 കണ്ടി എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അടുത്തായിട്ട് വരും. ചെറിയ ബേഡിങ് ഫോട്ടോഗ്രാഫി പരിപാടികൾക്കായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള റോഡുകളൊക്കെ അല്പം മോശമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ടെറൈനിൽ 80 ടയേഴ്സ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ വാഹനത്തിൽ ചെയ്യാൻ പോകുന്ന അപ്ഗ്രേഡ് അലോയ് വീൽസ് ഇൻസ്റ്റലേഷനാണ്. കുറേ കാലമായിട്ട് ഞാൻ നല്ലൊരു അലോയ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടം ഒരു ബ്ലാക്ക് കളർ അലോയ്സിനോടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഇതിൻ്റെ വീൽ കപ്പിനെ കണ്ടാൽ അറിയാൻ ഞാനത് കളർ ചെയ്ത് ബ്ലാക്ക് കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തപ്പിയതിന് ശേഷം നമുക്ക് കാലിക്കറ്റ് തന്നെ ഒരു നല്ലൊരു അലോയ് കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടൈപ്പാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു ടൈപ്പ് അലോയ് കൂടെ ഉണ്ടായിരുന്നു. സോ അവർ ടയർ റിമൂവ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള അലോയ് വീലിൽ വെച്ചിട്ട് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ ഇതാ ഈ മുകളിലുള്ള ബോക്സൊക്കെ പുള്ളിക്കാരൻ താഴത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഈ അലോയ്സിനകത്ത് നമ്മുടെ ടയേഴ്സ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ടയർ അത് അലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ടയറുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എക്സ്യുവിയുടെ 4 ടയേഴ്സും അലോയ് വീൽസിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അലോയ്സ് ഇൻസ്റ്റലേഷൻ ടാസ്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ അലോയ് വീലിലുള്ള എക്സ്യുവിയുടെ ലുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെ. അടുത്തതായിട്ട് നമ്മൾ ഒരു അപ്ഗ്രേഡ് കൂടെ വാഹനത്തിൽ ചെയ്യുന്നുണ്ട്. XUV 500 ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. പുതിയ ഗ്രില്ലിനുള്ള ഓർഡർ നമ്മൾ മഹീന്ദ്രയുടെ സർവീസ് സെൻ്ററിൽ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വീക്ക് എടുക്കും അത് സ്റ്റോക്ക് എത്താമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഏകദേശം 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാർട്ട് അറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ആക്സസറി ഷോപ്പിലാണുള്ളത്. അങ്ങനെ ബോണറ്റ് തുറന്ന് ഗ്രില്ലിൻ്റെ മുകൾ ഭാഗത്തുള്ള കുറച്ച് സ്ക്രൂസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രില്ല് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ പുതിയ ഗ്രില്ല് അതേ പ്ലേസിൽ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതിന് ഈ ഗ്രില്ലിൻ്റെ താഴെയുള്ള ഭാഗത്ത് നമ്മൾ ടാഗ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും.
അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പുതിയ ഗ്രില്ല് എക്സ്യൂവിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഗ്രേഡേഷൻസ് ആണ് നമ്മൾ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്. ഇന്ന് ചെയ്ത അപ്ഗ്രേഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു അപ്ഗ്രേഡേഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.